Alhamdulillahi Rabbil Alameen. Wa ashhadu an la ilaha illallah wahdahu la sharika lah. Wa ashhadu anna Muhammadan abduhu wa rasuluh. Sallallahu alayhi wa sallam wa ala alihi wa ashabihi ajma'in. Amma ba'd. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih. ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولا تفسدوا في الأرض بعد إصلاحها വിശ്വാസികളെ സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതു. സഹോദരന്മാരെ, വിഷയം വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും മേലുള്ള അഴിമതി ഭീഷണി എന്നതാണ് വിഷയം. ഒരു സംഭവത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു പട്ടണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാലം. അത് നിർമ്മിച്ച മഹാനായ ഒരു എഞ്ചിനീയർ. ആദ്യം അയാൾ സത്യസന്ധനായിരുന്നു. എന്നാൽ പണത്തോടുള്ള ആർത്തിയും മോഹവും അയാളെ കീഴടക്കി. ഒരു കമ്പനി നൽകിയ കൈക്കൂലി അഥവാ റിഷ്വ സ്വീകരിച്ചത് കാരണം അയാൾ ആ പാലമുണ്ടാക്കാൻ നിലവാരം കുറഞ്ഞ രൂപത്തിലുള്ള നിർമ്മാണ സാധനങ്ങൾ ഉപയോഗിക്കാൻ ഒപ്പുവെച്ചു. വർഷങ്ങൾ കടന്നുപോയി. ജനങ്ങൾക്ക് ആർക്കും എങ്ങനെയാണ്, എന്തൊക്കെ സാമഗ്രികളാണ് ഈ പാലമുണ്ടാക്കാൻ ഉപയോഗിച്ചത് ആർക്കും അറിയില്ല. ഒരു ദിവസം പാലം തകർന്നു വീണു. നിരവധി പേർ മരണപ്പെട്ടു. അനേകം കുടുംബങ്ങൾ അനാഥരായി. അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ഇതൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് മൂലമോ അല്ല ഈ പാലം തകർന്നു വീണത്. മറിച്ച് ഒരു എഞ്ചിനീയറുടെ, ഒരു മനുഷ്യൻ്റെ അഴിമതി അഥവാ ഒരു ഒപ്പ് കാരണമാണ് ഈ പാലം തകർന്നു വീണ് വലിയ ദുരന്തമായി മാറാൻ കാരണം. എത്ര നോക്കുന്നു സഹോദരന്മാരെ, ഒരാളുടെ ഒരു സൈൻ കാരണം എത്ര വിധവകളാണ് അവിടെ ഉണ്ടായത്, എത്ര നിരപരാധികളാണ് മരിച്ചിട്ടുള്ളത്, എത്ര കുട്ടികളാണ് അനാഥരായിട്ടുള്ളത്. എന്തേ കാരണം? ഒരു ചെറിയ തീപ്പൊരി അത് വലിയ കാട്ടുതീയായി മാറിയ ദുരന്തമാണ് ഇവിടെ നാം കാണുന്നത്. ഇതാണ് സഹോദരന്മാരെ അഴിമതിയുടെ സ്വഭാവം. അഴിമതി ജീവിതത്തിലുണ്ടായാൽ അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മയൊക്കെ അഴിമതി പിടികൂടുമ്പോൾ ബാഹ്യമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കില്ല. കാരണം എന്താ? ചില പഴങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ പഴം കേടുവരിക ഉള്ളിലാണ്. പുറമെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഉള്ളിൽ കേടുവന്നിട്ടുണ്ടാവും ഇല്ലേ? ഇതാണ് അഴിമതി. അഴിമതി പുറത്ത് കാണാൻ നമുക്കൊന്നും സാധിക്കില്ല. മറിച്ച് ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു നാട് ഒട്ടുക്കെ നശിച്ചിട്ടുണ്ടാകും അഴിമതി കാരണമായിട്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അഴിമതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, വലാ തുഫ്സിദു ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയതിന് ശേഷം അഥവാ നന്മ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം
വീണ്ടും നിങ്ങൾ അഴിമതി നടത്തരുതേ ഭൂമിയിൽ എന്ന് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അതിൻ്റെ ഗൗരവമാണ് അത് കാണിക്കുന്നത്. ഒരു കർഷകൻ അയാൾ വിത്തൊക്കെ പാകി കൃഷിയൊക്കെ ചെയ്ത് നന്നായി കൃഷി ഒരാൾ വന്ന് നശിപ്പിച്ചാൽ എത്ര വേദനയായിരിക്കും അയാൾക്കുണ്ടാവുക സഹോദരന്മാരെ. അയാളുടെ മനസ്സിന്റെ വേദന നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി സൃഷ്ടിക്കുക മാത്രമല്ല, ആ ഭൂമിയിൽ നമ്മെ സൃഷ്ടിക്കുകയും ആ ഭൂമി നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെടുകയും വായുവും വെള്ളവും ഒക്കെ സംവിധാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സംവിധാനിച്ചു. മാത്രമല്ല വേദഗ്രന്ഥങ്ങൾ നൽകി, പ്രവാചകന്മാരെ നിയോഗിച്ചു, നിയമങ്ങൾ നൽകി. ഇതൊക്കെ നൽകിയിട്ടും മനുഷ്യൻ വീണ്ടും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നുവെങ്കിൽ ആലോചിച്ചു നോക്കൂ. ഇതാണ് ഏറ്റവും വലിയ അഴിമതി. അഴിമതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള അഴിമതി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അഴിമതിയാണ്. വിശ്വാസത്തിൽ വരുന്ന അഴിമതിയാണ്. എങ്ങനെ സഹോദരന്മാരെ വിശ്വാസത്തിൽ അഴിമതി കടന്നു വരുന്നത്? ചിന്തിക്കേണ്ട ഒരു വിഷയം. ബിദ്അത്തുകളുടെ പ്രചരണം, ഹലാലിനെ ഹറാമായി ചിത്രീകരിക്കണത്, അതേപോലെ പാപങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ കാണുമ്പോൾ അതൊക്കെ ഒരു സാധാരണവൽക്കൽ, ഒരു ലാഘവത്തോടു കൂടി പാപത്തെ കാണുക. അതേപോലെ യുവാക്കളെയൊക്കെ ദീനിൽ നിന്ന് അടർത്തിയെടുക്കാൻ മാറ്റാനുള്ള ഒരുപാട് തട്ടിപ്പുകൾ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വഞ്ചന വരുത്തി തീർക്കുന്നത്. നോക്കൂ നിങ്ങൾ, മദ്യപാനം, പലിശ, അശ്ലീലത, അനാചാരം എന്നിവയിൽ അതൊക്കെ പറയും അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന പേരിൽ അതൊക്കെ സാധാരണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, എൻ്റെ സ്വാതന്ത്ര്യമാണ്, ആരും എന്നെ തടുക്കാൻ വരില്ല എന്ന ആ ചിന്ത അതൊരു സാധാരണവൽക്കരിക്കുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ വരുന്ന പിന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന്റെ ദൗത്യം. പ്രവാചകന്റെ ഏറ്റവും വലിയ ദൗത്യത ഈ സംസ്കരണമാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുദക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകന്റെ ദൗത്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹു തആലയാണ്. നിരക്ഷരനായ സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത്. എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത്? അവർക്ക് ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിക്കുന്നു, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു, ജ്ഞാനം പഠിപ്പിക്കുന്നു. അവർ മുമ്പ് വഴികേടിന്റെ അവസ്ഥയിലായിരുന്നു, വ്യക്തമായ വഴികേടിന്റെ അവസ്ഥയിലായിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പൊ പ്രവാചകൻ വന്നിട്ട് ചെയ്തത് ഈ അഴിമതികളെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്തത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, രോഗിയായൊരു മനുഷ്യന് യഥാർത്ഥത്തിൽ അവനൊരു ഡോക്ടർ ആവശ്യമായതുപോലെ ഈ സമൂഹത്തിന്, ഈ മനുഷ്യകുലത്തിന് ഒരു പ്രവാചകൻ വളരെ അത്യാവശ്യമാണ്. അവരുടെ മനസ്സ് സംസ്കരിച്ചെടുക്കാൻ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിക്കൂ, അഴിമതികളുടെ കൂട്ടത്തിൽ പിന്നെ ഈ അഴിമതി എന്ന് പറയുമ്പോൾ ആളുകൾ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, അഴിമതി നടത്തരുത് എന്ന് പറഞ്ഞാൽ കാലു, അവർ പറയുന്ന മറുപടി എന്താ? ഇന്നമാനഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ പരിഷ്കർത്താക്കൾ മാത്രമാണ്, ഇസ്ലാഹി പ്രവർത്തകരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? ആ അഴിമതിയെ എന്താക്കും? ലാഘവത്തോടു കൂടി കാണും എന്നുള്ളതാണ്. അപ്പോൾ അഴിമതി നടത്തുന്ന ആൾ ഒരിക്കലും ഞാനൊരു അഴിമതിക്കാരനാണെന്ന് പിന്നെ പറയൂല. മറിച്ച് അവിടെ എന്താ ഉണ്ടാവുക? അവൻ ഞാൻ നല്ലവനാണ് എന്നവനെ ശൈത്താൻ അത് പറയാൻ വേണ്ടി ഇങ്ങനെ തോന്നിപ്പിക്കുന്ന, തെറ്റ് ശരിയായി കാണുക, പാപത്തെയൊക്കെ മാസ്യത്തുകളൊക്കെ അത് പുരോഗതിയുടെ ഭാഗമായി കാണുക, അനീതി എൻ്റെ അവകാശമാണെന്ന് പറയുക. ഈ രൂപത്തിലാണ് ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിനെ വഴിപിഴപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും വലിയ അഴിമതികളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നത്. സമൂഹത്തെ തകർക്കുന്ന ഒരു വിഷമാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്ന ലികുല്ലി ഉമ്മ, ഓരോ സമൂഹത്തിനുമുണ്ട് ഫിത്ന, ഒരു പരീക്ഷണമുണ്ട്. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എൻ്റെ സമൂഹത്തിലെ പരീക്ഷണം എന്ന് പറയുന്നത് സമ്പത്താണെന്ന് റസൂലുള്ള അരുളി ചെയ്തിട്ടുണ്ട്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന,
നിങ്ങളുടെ സമ്പത്താവട്ടെ, നിങ്ങളുടെ മക്കളാവട്ടെ, അതൊരു പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ സഹോദരന്മാരെ, അധികാരത്തെക്കാൾ ജനം ഓടുക സമ്പത്തിന്റെ പിന്നാലെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അധികാരമല്ല. ആലോചിച്ച് നോക്കുങ്ങൾ, ഒരു നാണയം പോലും ഇല്ലാത്ത, നയാ പൈസ ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹിയുമാകാൻ നമ്മൾ ആരെങ്കിലും വരുമോ? ഇല്ല. എന്നാൽ അതേ പ്രകാരം കോടികൾ അതിനാസ്തിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും മത്സരിക്കും. എനിക്ക് കിട്ടണം, അല്ലേ? യുദ്ധം ചെയ്യും നമ്മൾ. എന്താ കാരണം? സമ്പത്താണ്. അപ്പോ സമ്പത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ആ ധനമോഹം അതാണ് ആ ധനം ആഗ്രഹിച്ചുകൊണ്ട് അതിലുള്ള അഴിമതി നടത്താനാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുക. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൈക്കൂലി വാങ്ങുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർത്തശിയ. ആലോചിക്കൂ, കൈക്കൂലി വാങ്ങുന്നവനെയും അത് കൊടുക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പം സാധാരണയായിട്ടൊന്ന് കൈക്കൂലി എന്ന് പറയുന്നത് ഒരു ഒളിഞ്ഞ രൂപത്തിൽ, മറിഞ്ഞ രൂപത്തിലാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈക്കൂലി കൊടുക്കാറുള്ളത്. അതാണ് ഇന്ന് നാം കാണുന്നത്. ഈ കൈക്കൂലി കൊണ്ടുണ്ടാവുന്ന അപകടം എന്താ സഹോദരന്മാരെ? ശരിയായ ഒരു രോഗിയെ ചികിത്സിക്കാൻ യോഗ്യനായ ഒരു ഡോക്ടറാണ് ആവശ്യമുള്ളത്. ആ യോഗ്യനായ ഡോക്ടറെ ഒഴിവാക്കി കൈക്കൂലി കൊടുത്തുകൊണ്ട് ഡോക്ടറെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിയമിച്ചാൽ എന്താ? ആ ഹോസ്പിറ്റൽ അടർന്നു വീണതായിരിക്കും സഹോദരൻ. അതിന്റെ നാശമായിരിക്കും, അതിന്റെ പരാജയമായിരിക്കും അത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമായാലൊക്കെ ഇങ്ങനെ തന്നെയാണ്, അല്ലേ? ഏത് രംഗവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. അബീ ഹുമൈദ് സായിദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്തഅമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റജുലൻ മിൻ ബനി അസദ് യുഖാലു ലഹു ഇബ്നുൽ ലുത്ബിയ അലാ സദഖ. ഇബ്നുൽ ലുത്ബിയ എന്ന് പേര് വിളിക്കപ്പെടുന്ന ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നികുതി പിരിക്കാൻ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം നികുതി പിരിച്ച് വന്ന ിലേക്കുള്ളതാണ്. ഇതെനിക്ക് സമ്മാനമായി ഹദിയായി കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ മിമ്പറിൽ കയറി, എന്നിട്ട് ഹംദും സലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ, അല്ലേ? അയാൾ പറയാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്, അത് എനിക്കുള്ളതാണ്, ഹദിയായി കിട്ടിയതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, അയാൾ വീട്ടിൽ അയാളുടെ പിതാവിന്റെയും മാതാവിന്റെയും വീട്ടിലിരുന്നെങ്കിൽ അയാൾക്ക് ആ ഹദിയ കിട്ടുമോ എന്ന് ചിന്തിച്ചാൽ പോരെ? അപ്പൊ ആ ഹദിയ യഥാർത്ഥത്തിൽ അവിടെ റിശ്വയുടെ ഭാഗമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, സാമ്പത്തികമായുള്ള മറ്റൊരു കാര്യമാണ് വഞ്ചനയും ചതിയുമൊക്കെ. വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. അനർഹമായി നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഭുജിക്കരുത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വദനൂഹും യഖ്സിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അളവ് ഇങ്ങോട്ട് തൂക്കി വാങ്ങുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ വാങ്ങുകയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുക എന്നുള്ള അത്തരം ആളുകൾക്കാണ് ഏറ്റവും വലിയ നാശം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. ബഹറിലാവട്ടെ, കടലിലാവട്ടെ, അല്ലാത്ത സ്ഥലത്താവട്ടെ, കരയിലാവട്ടെ, അവിടെയൊക്കെ കുഴപ്പം അഥവാ ഈ അഴിമതി പൊട്ടിപ്പുറപ്പാടാനുള്ള കാരണം ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണമാണെന്ന. എന്തിനാ പഠിച്ചവൻ അതങ്ങനെ? ലിയുദീഖുഹും ബഅദല്ലദീ അമിലു. അവര് പ്രവർത്തിച്ചതിന്റെ ആ ചിലത് അവരെ തന്നെ രുചിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സഹോദരന്മാരെ, അതിൽ നിന്ന് മടങ്ങാനാണ്, അല്ലേ? ഈ അഴിമതി പോലുള്ള വഞ്ചന, ചതി പോലുള്ളതൊക്കെ മടങ്ങാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, എപ്പോഴും ഏതൊരു നാഗരികതയാവട്ടെ, ഒരു സമൂഹമാവട്ടെ, തകർന്ന് തരിപ്പണമാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? അഴിമതിയാണ്, അല്ലേ? സമൂദ് ഗോത്രത്തെ പറ്റി നോക്കൂ നിങ്ങൾ, ആദ് ഗോത്രത്തെ പറ്റി നോക്കൂ നിങ്ങൾ. ഫിർഔനിനെ പറ്റി, മൂസാ നബിയുടെ കാലഘട്ടത്തെ ഫിർഔനിനെ തകർത്തത് അവർ ചെയ്ത അഴിമതിയാണ്, വിശ്വാസവഞ്ചനയാണ് അവരെ തകർക്കാനുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഖുവാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യുകയാണ്. ബനു ഇസ്രായേൽക്കാർക്കൊക്കെ ശാപമേൽ